റിപ്പോർട്ടർ ടി വി സതീശനെ വീഴ്ത്തുവൊന്നുമല്ല, റിപ്പോർട്ടർ ടി വി തന്നെ വീഴുമോ എന്നുള്ള പേടിയാണ് അവർക്കുള്ളത് സത്യത്തിൽ. കാരണം കളവിലും നുണയിലും പടുത്തുയർത്തിയ ഒരു മാധ്യമമാണ്. ഒരു മാധ്യമത്തിന് അതിന്റെ ഉടമസ്ഥൻ കള്ളനാണ് എന്നുള്ളത് കൊണ്ട് ഒരു മാധ്യമം മോശമാണെന്ന് ഞാൻ പറയില്ല. കാരണം മാധ്യമം നന്നായി പ്രവർത്തിക്കുകയാണെങ്കിൽ മാധ്യമം നല്ലതാണ്. ഉടമസ്ഥന്റെ രാഷ്ട്രീയം മാധ്യമത്തിൽ എത്രത്തോളം ആവാം, ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. പഴയ കാലത്ത് ജേർണലിസ്റ്റുകൾ വരുന്ന ചോദ്യമാണ്, ഓണറാണോ എഡിറ്ററാണോ മീതെ എന്നൊക്കെയുള്ള ചോദ്യം. പക്ഷേ ഓണർക്ക് വേണ്ടി മാത്രമുള്ള ഒരു എഡിറ്റർ ആവുക എന്നുള്ളത് വളരെ മോശപ്പെട്ട ഒരു കാര്യം. ഓണറെ സംരക്ഷിക്കാനുള്ള ഒരു എഡിറ്റർ ആവുക എന്നുള്ളത് മാത്രമല്ല, റിപ്പോർട്ടർ ചാനലിന്റെ പഴയ റിപ്പോർട്ടറല്ല ഞാൻ പറയുന്നത്, നികേഷ് കുമാറിൽ നിന്ന് ഈ ചാനൽ മാറിയതിനെ കുറിച്ച് പല കത്തുകളൊക്കെ വന്നു. എം ബി ബഷീർ അടക്കമുള്ള ആളുകളുടെ ദീർഘമായ കത്തുകൾ വന്നിട്ടുണ്ട്. ഈ മരമുറിക്കാർ എങ്ങനെ ആ ചാനലിൽ ഇടപെടാൻ ശ്രമിക്കുന്നു എന്നതിനെ കുറിച്ചും ഈ അടുത്ത കാലത്ത് എം ബി ബഷീർ എന്ന് പറയുന്ന പ്രമുഖനായ മാധ്യമപ്രവർത്തകൻ എഴുതിയിട്ടുള്ള കത്തിലുണ്ട്. ചില ആളുകൾക്ക് ഇന്ന് കാശ് മേടിച്ച് ചെയ്യുന്നു എന്നുള്ള കഥയൊക്കെ ഉണ്ട്. അതിനെ ഞാൻ കിടക്കുന്നില്ല. ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല ഈ ചാനൽ വാങ്ങിയത് എന്ന് വ്യക്തമാണ്. ഒരു സ്വയരക്ഷയ്ക്കുള്ള ഒരു കവചമായി ചാനലിനെ ഒരാൾ ഉപയോഗിച്ചാൽ അതിനെ നമുക്ക് അംഗീകരിക്കാനേ പറ്റില്ല. കാരണം ചാനൽ ഒരു പൊതുമാധ്യമമാണ്. ഒരു പാർട്ടിക്ക് വേണ്ടി പറയുന്നതിന് കുഴപ്പമില്ല, അതിലുള്ള എഡിറ്റർമാരുടെ രാഷ്ട്രീയം ഒക്കെ ഉണ്ടാവാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ചില ആളുകളെ സംരക്ഷിക്കാനും ചില തട്ടിപ്പുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനും വേണ്ടിയിട്ടാണ്. ഇവരുടെ ഹിസ്റ്ററിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. മാംഗോ എന്ന് പറയുന്ന എം ബി ബഷീറിന്റെ കത്തി തന്നെയുണ്ട്. റിപ്പോർട്ടർ ചാനൽ വാങ്ങുമ്പോൾ അതിന്റെ മുകളിലത്തിൽ മാംഗോ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഫോൺ എല്ലാ കമ്പനികളെയും, നോക്കിയ അടക്കമുള്ള കമ്പനികളെ ഞാൻ പൂട്ടിക്കും, സാംസങ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. പണ്ട് കെ ഫോൺ വന്ന പോലെ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന്റെ തട്ടിപ്പ് പുറത്തു വന്നു. മാംഗോ ഫോൺ ഇപ്പോൾ എവിടെയുണ്ടെന്ന് നമുക്കറിയില്ല. ഏതെങ്കിലും മാവിലാണോ അത് ഉണ്ടാവണമെന്ന് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു മാവ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ മാംഗോ പോയി, ചീഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ടാണ് ട്രീ കട്ടിങ് വരുന്നത്, മരമുറി. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മരം കൊള്ളയിൽ ഒന്നാണ് അത് എന്നുള്ളതിന് ഒരു തർക്കമില്ല. അതിപ്പോൾ പറയണമെന്നല്ല, ഞാൻ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമാണ്, അന്നും പറയുന്ന ഒരു കാര്യമാണ്. ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ കൊണ്ട് റവന്യൂ ഒരു ഉത്തരവുണ്ടാക്കുകയും ആ ഉത്തരവനുസരിച്ച് 300-400 കോടി രൂപയുടെ മരം വെട്ടുകയും, ഞാൻ ഈ 300-400 കോടി എന്ന് പറയുമ്പോൾ എനിക്ക് മരത്തിന് വില അതല്ല കേട്ടോ, തടിവില മാത്രമായി പറയുന്നത്. ഒരു മരത്തിന്റെ മൂല്യം എന്ന് പറയുന്നത് ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്ന നിലയിൽ അതിന് വളരെ കൂടുതലാണ്. കാരണം അത് ലോകത്തിന് കൊടുക്കുന്ന ഓക്സിജൻ, അത് ലോകത്തിന് കൊടുക്കുന്ന തണൽ, അത് ഭൂമിയിലേക്ക് ഇറക്കുന്ന വെള്ളം ഒക്കെ എടുത്താൽ ഒരു മരത്തിന് അതിലൊക്കെ കൂടുതൽ മൂല്യമുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇപ്പൊ നമ്മൾ കണക്കാക്കുന്ന നമുക്ക് മരം തടി മാത്രമാണ്, വെട്ടി ഫർണിച്ചർ ആക്കാനുള്ള തടി മാത്രമാണ്. ഏതാണ്ട് 300 കോടി രൂപയുടെ മരം വെട്ടി എന്നാണ് കേൾക്കുന്നത്. ആ കേസ് പിന്നെ പല രൂപത്തിൽ വന്നു. വിവാദം വന്നപ്പോൾ ഉത്തരവ് റദ്ദാക്കി. ഉത്തരവ് റദ്ദാക്കിയപ്പോഴേക്കും മരം മുഴുവൻ വെട്ടിക്കഴിഞ്ഞു. പിന്നെ തിരിച്ചങ്ങ് പിടിപ്പിക്കാൻ പറ്റില്ലല്ലോ. അതും കഴിഞ്ഞു. ആ കള്ളത്തടി ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്ന് കരിമുകൾ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുവന്നു. അവിടുത്തെ മുതലാളിക്ക് സംശയം തോന്നി, അയാൾ പോലീസ് പരാതി കൊടുത്തു. അതിന്റെ കേസ് ഇപ്പൊ ചോറ്റാനിക്കര കോടതിയിൽ കിടന്ന് അലമ്പുകയാണ്. ജാമ്യമില്ലാ വാറണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ റിപ്പോർട്ടർ വാങ്ങുന്നതിന് മുമ്പുള്ള കഥയാണ് ഞാൻ ഈ പറയുന്നത്, ഈ അഗസ്റ്റിൻ സഹോദരന്മാരുടെ. അത് വേറൊരു കഥ. മാത്രമല്ല ഇപ്പൊ അതിൽ എനിക്കുള്ള പ്രശ്നം, ഇവര് മരം വെട്ടി ഇവര് കോടതി പോയി ശിക്ഷിക്കപ്പെട്ട് എന്തുകൊണ്ട് ചെയ്യട്ടെ, പിഴടക്കി എന്ത് ചെയ്യട്ടെ. അതിൽ കുറെ പ്രതികളായിട്ടുള്ള കുറെ പാവം മനുഷ്യരുണ്ട് അവിടെ, കർഷകരും ആദിവാസികളായിട്ടുള്ള ആളുകൾ. അവരെ പറഞ്ഞ് പറ്റിച്ചിട്ടാണ് ഈ മരം വെട്ടിയത്. സർക്കാരിന്റെ ഉത്തരവുണ്ട്, കുഴപ്പമില്ല, വെട്ടിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ടോ. അങ്ങനെ വെട്ടിച്ചു. അവരുടെ ചില വ്യാജരേഖകളൊക്കെ ഉണ്ടാക്കി എന്നൊക്കെയുള്ള കേസുകളുണ്ട്. അത് നീണ്ട പരമ്പരയാണ്, അത് അവിടെ നടക്കുന്നു. ആ സമയത്താണ് ഇവരുടെ ഈ ചാനൽ വാങ്ങൽ രംഗപ്രവേശം. ചാനൽ വാങ്ങൽ രംഗപ്രവേശത്തിൽ പിന്നെ നമ്മൾ കാണുന്നത് ഈ ആളുകൾ മുഴുവൻ മരം വെട്ടുന്നത് എന്തോ സാമൂഹ്യക്ഷേമമാണ് എന്ന അർത്ഥത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. എനിക്ക് അത്ഭുതമുള്ളത്, ഈ മരമുറിയെക്കുറിച്ച് മറ്റ് ചാനലുകളിൽ ഇരുന്ന് ഇവരെ അതിനിശിതമായി വിമർശിച്ച ആളുകൾ തന്നെ ഈ ചാനലിൽ വരുമ്പോൾ മരമുറിയുടെ സംരക്ഷകരായി മാറുന്ന അത്ഭുതകരമായ കാര്യം. അവരുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് വല്ലാത്ത സങ്കടം. കാരണം അപ്പുറത്തിരുന്ന് പറഞ്ഞതിന് നേരെ വിപരീതമായിട്ട് ഇപ്പുറത്ത് വരിക. അത് തീർന്നില്ല, ആ കേസ് അവിടെ കിടക്കുന്നു. അപ്പോഴാണ് പുതിയ വിവാദം വരുന്നത്. പുതിയ വിവാദം മുമ്പേ ഉണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അവരുടെ ഒരു സ്റ്റാർ പ്രോജക്റ്റായി അവരുടെ കായിക മന്ത്രി അടക്കം കൊണ്ടുവന്നത് മെസ്സി വരും കേട്ടോ എന്നാണ്. അപ്പോൾ മുഖ്യമന്ത്രിയെ കൊണ്ടുവരുമ്പോൾ പറയിച്ചു മെസ്സി വരും കേട്ടോ. കെട്ടുപോയി. മെസ്സി വന്നില്ല എന്ന് മാത്രമല്ല, മെസ്സി വന്നില്ലെങ്കിൽ വന്നില്ല, മെസ്സിക്ക് ഇഷ്ടമുണ്ടായി വന്നില്ല, വിട്ടുകളയാം. പക്ഷെ അതിന്റെ പേരിൽ ഇവിടെ നടത്തിയ ഭൂലോക തട്ടിപ്പുകളുടെ നിരവധി കഥകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, രാഷ്ട്രീയ ചോദ്യം എന്താണ്? മെസ്സി കൊണ്ടുവരുന്നതിന് ഈ സ്പോൺസർ എന്ന് പറയുന്ന കമ്പനിയെ, അല്ലെങ്കിൽ അർജന്റീന ടീം വരുന്നതിന് ഈ സ്പോൺസറെ
സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നുവോ എന്ന ഫണ്ടമെന്റലായ ഒരു ചോദ്യമാണ്. അതിനെന്തെങ്കിലും രേഖയുണ്ടോ? ഇവരൊരുത്തം പോയിട്ട് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് കരാറുണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ കരാറൊക്കെ ഉയർത്തിക്കെടുത്തേ ഞങ്ങളുടെ കയ്യിൽ കരാറുണ്ടെന്ന് പറഞ്ഞു, ശങ്കരാടിയുടെ രേഖ പോലെ. പക്ഷേ ഒറ്റ ചോദ്യം, ഈ കരാർ എന്നാ ഒപ്പിട്ടത്? ഗവൺമെന്റ് ഔദ്യോഗികമായി വിഷയം എന്നാ അറിഞ്ഞത്? ഒന്നാമത്തെ കാര്യം, ഗവൺമെന്റിന്റെ സ്പോൺസറാണ് ഞങ്ങളെങ്കിൽ അപ്പൊ പരിപാടി നടത്തുന്ന ആരാ? ഗവൺമെന്റ് അല്ലേ? ഇവർ സ്പോൺസറാണെങ്കിൽ സ്പോൺസറുടെ ജോലി എന്താ? ഫണ്ട് പിരിച്ചു കൊടുക്കുക, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഒക്കെ ചെയ്യാം. പക്ഷെ ഗവൺമെന്റ് ആണ് ഒന്നാമത്. ഗവൺമെന്റിൽ അങ്ങനെ ഒരു രേഖയില്ല. കരാർ ഒപ്പിടുന്നതിന് മുമ്പ് ഒരു രേഖയുമില്ല. എന്നിട്ട് ഈ കരാറിൽ ഈ രേഖയൊക്കെ ഉണ്ടാകുന്നതിന് വളരെ മുമ്പ് തന്നെ ഈ കരാറിൽ വെച്ചിട്ടുള്ള അഡ്രസ്സ് സർക്കാരിൻ്റെയാണ്. ഒരു ഫോൺ നമ്പർ അന്നത്തെ മന്ത്രിയുടെയാണ്. അപ്പൊ ആദ്യം മന്ത്രി പറയേണ്ടത് എന്താ? എന്റെ സമ്മതമില്ലാതെയാണ് എന്റെ ഫോൺ നമ്പർ അതിൽ വെച്ചത്. പക്ഷെ അതിനല്ല ചെയ്തത്. അദ്ദേഹം 10 നമ്പർ മെസ്സിയൊക്കെ ജേഴ്സിയൊക്കെ ഇട്ടിട്ട് വലിയ പ്രചരണം നടത്തിയത് മെസ്സി വരും കേട്ടോ. അപ്പൊ ഇയാൾ അറിഞ്ഞിട്ട് ചെയ്തതാണ്. അപ്പൊ സർക്കാരിന്റെ രേഖ എവിടെയാ? ഒരു മന്ത്രി അങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ആദ്യം അതിൽ രേഖ ഉണ്ടാവുള്ളൂ. രണ്ടാമത്, ഒരു പൈസ അടയ്ക്കാൻ വൈകി കഴിഞ്ഞപ്പോൾ അവർ കരാർ ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞു വന്നു. ഇനി ഇത് അർജന്റീന അസോസിയേഷൻ ആണോ, അതോ അവർ നേരിട്ടാണോ, അതോ അമേരിക്കയിലെ വേറൊരു ഗുജറാത്തി കമ്പനി ആയിട്ടാണോ ബന്ധം എന്നുള്ളതിന്റെ ചോദ്യമൊക്കെ വേറെ വരുന്നുണ്ട്. പൈസ അടയ്ക്കാൻ വൈകി കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് സർക്കാരിന്റെ പേരിൽ കത്ത് പോന്നു. അവരിത്തിരി സമയം കൂടി കൊടുക്കണം, ബുദ്ധിമുട്ടുള്ള ആളാണ്, പാവങ്ങളാണ്, അതുകൊണ്ട്. അപ്പൊ സർക്കാരിന് എന്താ ഉത്തരവാദിത്വം? സർക്കാർ പറഞ്ഞിട്ട് ഒപ്പിട്ട കരാറാണോ അത്? അല്ലല്ലോ. സർക്കാരിന് എന്താ ഉത്തരവാദിത്വം? മൂന്നാമത്, ഇനി സർക്കാർ പറഞ്ഞിട്ട് തന്നെ ഒപ്പിട്ട കരാറാണെന്ന് വെക്കുക, സർക്കാർ എങ്ങനെയാണ് ഈ ഏജൻസിയെ തെരഞ്ഞെടുത്തത് എന്ന ചോദ്യം ഇപ്പോൾ കായിക വകുപ്പിന്റെ സെക്രട്ടറിയായ പ്രശാന്തിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ചോദിക്കുന്ന ചോദ്യമാണ്. വളരെ പ്രധാനമാണ്. ഇത്ര വലിയൊരു ഇവന്റിന് ഒരു ഏജൻസിയെ സർക്കാർ തെരഞ്ഞെടുക്കുന്നുവെങ്കിൽ, സർക്കാർ തെരഞ്ഞെടുത്തല്ല, അവർ സർക്കാരിനെ തെരഞ്ഞെടുത്താന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഏതായാലും സർക്കാർ എന്തെല്ലാം കാര്യം നോക്കണം? ഈ ഏജൻസിയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കണം. ഇതൊരു കമ്പനിയാണെങ്കിൽ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നോക്കണം, ഈ കമ്പനിയുടെ ആസ്തി നോക്കണം, ഈ കമ്പനി ഡയറക്ടർ ബോർഡ് നോക്കണം, കമ്പനി രജിസ്ട്രാറിൽ നിന്ന് കമ്പനി സംബന്ധിച്ച ഓഡിറ്റ് റിപ്പോർട്ട് വാങ്ങണം. ഇങ്ങനെ വല്ലതും വാങ്ങിയോ? ഇവരുടെ ആസ്തി എത്രയുണ്ട്, ഇവർക്ക് എവിടെ നിന്നാ പണം? ചോദിച്ചില്ല. രണ്ടാമത്, ഇങ്ങനെ ഒരു കമ്പനിക്ക് മാത്രമായിട്ട് കൊടുക്കാമോ? അതിനാണ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വേണ്ടേ? മറ്റാളുകൾക്ക് താല്പര്യം ഉണ്ടെങ്കിലോ? ചോദിച്ചില്ല. ഇത് ചെയ്യാൻ വേറെ ആളുകൾ, നല്ല വിവരം, വിദ്യാഭ്യാസവും കഴിവും സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ കേരളത്തിൽ ഉണ്ടാവുമല്ലോ. ഇവരങ്ങോട്ട് വന്നിട്ട് പറയും സർക്കാർ ആവശ്യപ്പെട്ടിട്ടല്ല മെസ്സി വരാൻ തീരുമാനിച്ചത് എന്നാണ് ഒന്നാമത്തെ കാര്യം. സർക്കാരിന് അതിനെപ്പറ്റി യാതൊരു വിവരവുമില്ല, സർക്കാരിന്റെ കയ്യിൽ കോൺട്രാക്ട് പോലും ഇല്ല, സർക്കാരിനോടൊന്നും ചോദ്യം ചോദിച്ചിട്ടില്ല. പക്ഷെ മുഖ്യമന്ത്രി അടക്കം വന്നിട്ട് മെസ്സി വരും കേട്ടോ എന്ന് പറയുകയാണ്. ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ വാക്കിന് പുറത്ത് വിശ്വസിച്ച് ചെയ്യുകയാണ്. നാലാമത്തെ കാര്യം, കേന്ദ്ര സർക്കാരിന് കത്തയക്കുന്നു ഈ ചേട്ടന്മാർ. ആ കത്തിലൊക്കെ കേരള ഗവൺമെന്റ് ഇതാ ഇങ്ങനെ ഒരു പദ്ധതിയുമായി മുമ്പോട്ട് വരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് പൈസ അയക്കാനുള്ള അനുമതി വേണം, റിസർവ് ബാങ്കിന് അനുമതി വേണം, സ്പോർട്സ് കോട്ടയിൽ അയക്കാൻ പറ്റണം, അത് കിട്ടണം, ഇത് കിട്ടണം എന്ന് പറഞ്ഞ് അയക്കുന്നു. സ്വാഭാവികമായും സെൻട്രൽ ഗവൺമെന്റ്, എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല, ഒരു ട്രീ കട്ടർ ഒരു ലെറ്റർ അയച്ചാൽ ഉടനെ അതിന് അനുമതി കൊടുക്കും. സ്റ്റേറ്റ് ഗവൺമെന്റ് കത്തയച്ചിട്ടുണ്ടോ കേന്ദ്ര ഗവൺമെന്റിന്? ഇങ്ങനെ ഞങ്ങളൊരു ഇവന്റ് നടത്തുകയാണ്, ആ ഇവന്റ് നടത്തുമ്പോൾ ഞങ്ങൾക്ക് ഇന്ന സൗകര്യങ്ങൾ വേണം, നിങ്ങൾ ഇത് വേണം എന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് കത്തയച്ചിട്ടുണ്ടോ? ഇപ്പോഴും വ്യക്തമല്ല, അയച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ എന്തൊക്കെയോ അനുമതി വാങ്ങി ഇവർ കാശ് കെട്ടി എന്ന് പറയുന്നത്, അതവിടെ നിന്ന് കിട്ടും. അതിലും വലിയ ചതിയാണ് കൊച്ചിയിലെ സ്റ്റേഡിയത്തോട് ചെയ്തത്. ഇപ്പൊ സ്റ്റേഡിയം, ഈ പാർട്ടി ഒന്ന് പറയുന്നു, ഞാൻ സ്റ്റേഡിയം 70 കോടി മുടക്കി നന്നാക്കിക്കോളാം, ഇന്റർനാഷണൽ ഫിഫ സ്റ്റാൻഡേർഡിലേക്ക് ആക്കാം. നല്ലതാ, കൊച്ചി സ്റ്റേഡിയം ഫിഫ സ്റ്റാൻഡേർഡിലാക്കിയാൽ എനിക്കും ഇഷ്ടമാണ്. നമ്മുടെ അവിടെ വലിയ കളികളൊക്കെ വരുമല്ലോ. ഫിഫ പറഞ്ഞ പോലെ ആക്കിയാൽ ഈ കളിയൊന്നും വരില്ല. അപ്പോൾ ഫിഫ സ്റ്റാൻഡേർഡിലാക്കാം. അവിടെയും ഈ ചോദ്യമുണ്ട്, ഇത് ഒരു ട്രീ കട്ടർ തീരുമാനിക്കേണ്ടതാണ് ഞാൻ ഫിഫ സ്റ്റാൻഡേർഡ് ആക്കാന്ന്. എന്താ ഫിഫ സ്റ്റാൻഡേർഡ്? അങ്ങനെ ആക്കണമെങ്കിൽ ആ പദ്ധതിക്ക് ഒരു DPR വേണ്ടേ? ആ പദ്ധതിക്ക് ഒരു സാമ്പത്തിക വിശകലനം വേണ്ടേ? നിങ്ങൾ 80 കോടി രൂപ മുടക്കിയാൽ നിങ്ങൾ എങ്ങനെ 80 കോടി തിരിച്ചെടുക്കും എന്നുള്ള ചോദ്യം വേണ്ടേ? ഇതൊന്നും ഉണ്ടായില്ല. മാത്രമല്ല, ആദ്യം മെസ്സി ഇവന്റിന്റെ കാര്യം പറഞ്ഞതുപോലെ സർക്കാരിന്റെ കീഴിൽ, GCDയുടെ കീഴിൽ ഒരു സ്റ്റേഡിയം, ഒരുത്തൻ രാവിലെ വന്നിട്ട് ഞാൻ നന്നാക്കാൻ പോവാന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കാൻ GCDക്ക് എന്താ ചുമതല? ആരാ GCDയോട് ഇവർക്ക് കൊടുക്കാൻ പറഞ്ഞ്? മന്ത്രിയാണ്.
മന്ത്രി കത്ത് കൊടുത്തു എന്നാണ് പറയുന്നത് GCDA. മന്ത്രിക്ക് അങ്ങനെ കത്ത് കൊടുക്കാൻ പറ്റുമോ? നാളെ എൻ്റെ സുഹൃത്താണ് ട്രാൻസ്പോർട്ട് മന്ത്രി CP ജോൺ. CR നീലകണ്ഠൻ എറണാകുളം ബസ് സ്റ്റാൻഡ്, ഞാൻ പറയുകയാണ് CP ജോണിനോട്, ജോൺ ഇങ്ങടല്ല, ജോണേ നമുക്ക് ഈ എറണാകുളം ബസ് സ്റ്റാൻഡ് വളരെ വൃത്തികേടായിട്ട് എടുക്കണം, ഞാനൊന്ന് നന്നാക്കിയാലോ, നമുക്കൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആയിട്ട് എറണാകുളം ബസ് സ്റ്റാൻഡ് നന്നാക്കാം. CR നോക്കിക്കോ. എന്നിട്ട് ഇവിടുത്തെ KSRTCയുടെ ആളിലോട് വിളിച്ച് പറയാ ആ ബസ് സ്റ്റാൻഡിന്റെ സ്ഥലവും കാര്യങ്ങളും ഇടപാടും ഒക്കെ CR നീലകണ്ഠന് വിട്ടുകൊടുത്തേക്ക്, ഞാൻ ഒരാളെ അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് വിട്ടുതരും. ഇവിടുത്തെ DTOയും ട്രാൻസ്പോർട്ടും റവന്യൂ ഒക്കെ വിട്ടുതരും, തരില്ലല്ലോ. അപ്പൊ ഈ സ്റ്റേഡിയം എങ്ങനെ ഇയാൾക്ക് കൊടുത്തേ? അപ്പൊ 100 ചോദ്യം ചോദിക്കില്ലേ? CR നീലകണ്ഠന് എന്ത് യോഗ്യതയുണ്ട്? അയാളുടെ കയ്യിൽ എന്ത് കാശുണ്ട്? അയാൾക്ക് ഇതിനു മുമ്പ് ഏതെങ്കിലും ബസ് സ്റ്റാൻഡ് നന്നാക്കിയിട്ടുണ്ടോ എന്ന ചോദ്യമൊക്കെ വരില്ലേ? മാത്രമല്ല, എങ്ങനെയാ CR നീലകണ്ഠനെ തിരഞ്ഞെടുത്തത്? വേറെ 100 ആളുണ്ടല്ലോ ഇവിടെ നന്നാക്കാൻ. ഇവിടെ സിവിൽ കോൺട്രാക്ട് ചെയ്തിട്ടുള്ള പണികളുണ്ടല്ലോ, വൈറ്റിലെ ഹബ്ബ് നന്നാക്കിയിട്ടുള്ള കമ്പനി ഉണ്ടല്ലോ, വൈറ്റിലെ ഹബ്ബ് ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ മറ്റ് ബസ് സ്റ്റാൻഡുകൾ, ബാംഗ്ലൂർ ബസ് സ്റ്റാൻഡ് ചെയ്ത ആളുണ്ടല്ലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത ആളുകളില്ലേ? നിങ്ങൾ എന്താ അവരൊന്നും എടുക്കാതെ CR നീലകണ്ഠന് ഇത് കൊടുത്തതെന്ന് ചോദിച്ചാൽ ജോണിന് എന്ത് മറുപടി പറയാൻ പറ്റും? ഇതിപ്പോ അങ്ങനെയാണ് ഞാൻ പോയി പറയാം ഞാൻ നന്നാക്കാന്ന്. അതേപോലെയുള്ള തട്ടിപ്പാണ് ഇവിടെ നടന്നത്. സ്റ്റേഡിയം വിട്ടുകൊടുക്കാൻ മന്ത്രി പറയുന്നു. പാവം ഷറഫ് അലി ഇതിൽ പെട്ടു. അദ്ദേഹത്തിന്റെ പേരൊക്കെ ഈ കരാറിലും അതിലും കത്തിടപാടിലൊക്കെ വെച്ചു. ഒറ്റ ചോദ്യമുണ്ട്, സ്പോർട്സ് കൗൺസിൽ ഫുട്ബോൾ ഇതിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഇടപെടാം, അദ്ദേഹത്തിന് കളിക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഇടപെടാം. പക്ഷെ അദ്ദേഹം ഒരു സ്ഥാനം വഹിച്ചിരുന്നു. ആ സ്ഥാനം അദ്ദേഹത്തിന് ചെയ്യാൻ ആ കൗൺസിൽ അല്ലെങ്കിൽ സർക്കാർ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിരുന്നു? ഇല്ലല്ലോ. അദ്ദേഹത്തെ ചുമതലപ്പെടുത്താതെ എന്തിനാ അദ്ദേഹത്തിൽ പോയിരുന്നേ? അങ്ങനെ ഒരു തീരുമാനം കൗൺസിൽ എടുത്തിരുന്നോ? അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു മെസ്സി ഇതുണ്ട്, അതുകൊണ്ട് നമുക്ക് അതിൽ സഹകരിക്കണം, നന്നാക്കണം എന്ന് പറയാൻ ഷറഫ് അലിയോട് ആരെങ്കിലും പറഞ്ഞിരുന്നോ? അതോ അബ്ദുറഹിമാൻ വിളിച്ചിട്ട് ഷറഫ് അലി ഒന്ന് സഹായിച്ചേക്കണം എന്ന് പറഞ്ഞാണോ? അങ്ങനെ പറഞ്ഞാൽ പോണോ ഷറഫ് അലി? മൊത്തം ക്രമക്കേടാണ്. മാത്രമല്ല, ഇതില് ഇനി അന്വേഷണങ്ങൾ പലതും വരാം. ക്രമക്കേടിന്റെ അന്വേഷണം ഒന്ന്, ഒരു കഴിവില്ലാതെ സ്റ്റേഡിയം പോലെയുള്ള സാധനം വിട്ടുകൊടുക്കുന്നു, മെസ്സി കൊണ്ടുവരുന്ന പോലെയുള്ള വലിയൊരു ഇവന്റ് നടത്താൻ ഏതോ ഒരുത്തന് കൊടുക്കുന്നു, എന്തെങ്കിലും കൊടുക്കുന്നു, അതിന് സർക്കാരിൽ രേഖയില്ലാതാവുന്നു, ഇതിന്റെ വരുമാനം എങ്ങനെയാണെന്ന് അറിയുന്നില്ല, ഇതിൽ സർക്കാരിന് എന്തെങ്കിലും പൈസ കിട്ടുമോ അതും ഇല്ല, പിന്നെ DPR ഇല്ല, ഫൈനാൻഷ്യൽ റിപ്പോർട്ടില്ല, ഒന്നുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായ ആളുകൾ സംശയിക്കും. അത് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് പറഞ്ഞില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഒരു ചാനൽ കിടന്ന് ഇങ്ങനെ പറയുകയാണ് ഞങ്ങൾ മെസ്സിയെ കൊണ്ടുവരുന്നു പറഞ്ഞാൽ നമുക്കൊന്നും വിരോധമില്ല, അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ഇപ്പോ ഇനി ചോദ്യങ്ങൾ വരും. ഇതിന്റെ GST അടച്ചില്ല എന്നുള്ള ചോദ്യം പ്രധാനമായി നിൽക്കുന്നുണ്ട്. 18% GST അടയ്ക്കണം. എനിക്ക് ഈ കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായി. എൻ്റെ മകൾ വിദേശത്ത് പഠിക്കുകയാണ്, അവൾക്ക് പൈസ അയക്കാൻ ഞാൻ സ്റ്റേറ്റ് ബാങ്കിൽ ചെന്നു. സ്വാഭാവികമായും ചെന്നപ്പോൾ അവർ പറഞ്ഞു 18% GST അടയ്ക്കണം, പൈസ അയക്കണം. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു സാറേ വേണ്ട, ഞാൻ വേറെ എന്തെങ്കിലും വഴി നോക്കിക്കോളാം. പക്ഷേ യൂണിമണി അങ്ങനെയുള്ള സംഗതികളുണ്ട്, അവർ വഴി അയക്കാമെന്ന് പറഞ്ഞു, നിയമപരമായി അയക്കാമെന്ന് പറഞ്ഞു. ഇതെന്താണ് കഥ? ഇയാൾ 126 കോടി രൂപ എന്ന് പറഞ്ഞ ചെറിയ എമൗണ്ട് അല്ലല്ലോ, ഇതൊരു രാജ്യത്തേക്ക് അയച്ചു. ഈ 126 കോടി രൂപ ഈ ചേട്ടൻ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടായി. സ്വാഭാവികമായും ഞാൻ 126 കോടി രൂപ നാളെ 50,000 രൂപയിൽ ഞാൻ ബാങ്കിൽ കൊണ്ടിട്ട് എൻ്റെ അടുത്ത് ബാങ്കുകാർ ഇൻകം ടാക്സുകാർ വരും, ചേട്ടൻ എവിടെ നിന്ന് പൈസ കിട്ടിയെന്ന് ചോദിക്കില്ലേ? ഈ 126 കോടി എവിടെ നിന്ന് കിട്ടിയെന്ന് ED, ഇൻകം ടാക്സ് തുടങ്ങിയ ഒരുപാട് സ്ഥാപനങ്ങളിൽ മറുപടി പറയണ്ടേ? പറയൂ. അപ്പൊ ഞാൻ പറഞ്ഞത് ആകെ കരി പിടിച്ച് വളരെ വികൃതമായ ഒരവസ്ഥയിലാണ്. മുൻ മുഖ്യമന്ത്രി വന്ന് അവിടെ ഒരു അഴിമതി നടന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്, സർക്കാരിന് പൈസ ചെലവായിട്ടില്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. സർക്കാർ എന്ന് പറഞ്ഞ് പൈസ ചെലവാക്കൽ മാത്രമല്ലോ, സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, സർക്കാരിന്റെ സ്റ്റേഡിയം വിട്ടുകൊടുത്തില്ലേ, സർക്കാരിന് പൈസ ചെലവായില്ലേ? സർക്കാരിന്റെ സ്റ്റേഡിയം പോയാൽ മന്ത്രി 13 ലക്ഷം രൂപ മുടക്കി സ്പെയിനിൽ പോയില്ലേ, സർക്കാരിന്റെ പൈസയല്ലേ? എന്നിട്ട് 10 ജേഴ്സി ഒക്കെ ഇട്ട് കേരള എന്നൊക്കെ പറഞ്ഞ് പടം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കണ്ടല്ലോ. എന്തിനാ അയാൾ പോയത്? മെസ്സിയെ കാണാനോ? മെസ്സി ബാഴ്സലോണയിൽ നിന്ന് പോയിട്ട് കുറക്കാലായി, അദ്ദേഹത്തിന് അറിയില്ല. സ്പെയിനിൽ മെസ്സിക്ക് ബന്ധമുണ്ടായിരുന്നു, ബാഴ്സലോണ എന്ന് പറഞ്ഞ ഫുട്ബോൾ ക്ലബ് പോയിട്ടാണ് അയാൾ പോയില്ലേ അവിടെ. അയാൾ ഇപ്പൊ അമേരിക്കയിൽ ഫുട്ബോൾ ക്ലബ്ബില്ല, മിയാമിയിലാണ്. അപ്പോൾ ഇദ്ദേഹം എന്തിനാ അവിടെ പോയി? ഇദ്ദേഹം അമേരിക്കയിൽ പോയിരുന്നു, എന്നാ സ്പെയിനിൽ പോയതിന് പേര് അവിടെ മിയാമിയിലൊക്കെ പോയി കാണായിരുന്നു, അല്ലെങ്കിൽ അർജന്റീനയിൽ പോയിരുന്നല്ലോ. ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ടാണ്, വിസ കിട്ടാത്തതുകൊണ്ടാണ്. അപ്പൊ പ്രശ്നം മൊത്തം ദുരൂഹമായ ഒരു കറുത്തിരണ്ട സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ റിപ്പോർട്ടർ TV ഞാൻ പറയുന്നില്ല, TV ആണ്. നാളെ അതിന്റെ മുതലാളി മാറാം, ഒരു ചാനലാണ്. പക്ഷെ അതിന്റെ മുതലാളിമാർക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ പ്രശ്നം അതും കൂടി ഗുരുതരമായ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതെന്താ വെച്ചാൽ, ഇപ്പൊ റിപ്പോർട്ടർ
ചാനലിലൊക്കെ വർക്ക് ചെയ്യുന്ന പാവം മനുഷ്യരുണ്ട്. അവർ തെറിയേക്കുക, ട്രീ കട്ടർ എന്നൊക്കെ പറഞ്ഞു. നല്ല കഴിവുള്ള കുട്ടികളൊക്കെ അതിലുണ്ടെന്ന്. അവർ തെറിയേക്കുക എന്നല്ലാതെ അവരെയും തെറി പറയരുതെന്നാണ് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്. അവർ പാവങ്ങളാണ്, ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടി അവിടെ പോയവരാണ്. മുതലാളി ചെയ്യുന്ന തെമ്മാടിത്തരത്തിനൊന്നും അവർ ഉത്തരവാദികളല്ല. പണ്ട് അറബി കഥയിലെ ശ്രീനിവാസൻ പറയുമല്ലോ, ഞാൻ കൊക്കോ കോള വിൽക്കില്ല, പ്ലാച്ചിമടയിൽ കൊക്കോ കോളയ്ക്കെതിരെ സമരം ചെയ്ത ആളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ നടക്കുമോ? കടയിൽ പോയി ദുബായിൽ പോയി പാവം കിട്ടി ജോലി ചെയ്യണ്ടേ? അവിടെ കൊക്കോ കോള വിൽപ്പനയാണെങ്കിൽ കൊക്കോ കോള വിൽക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. അപ്പൊ വേറെ നിവൃത്തിയില്ല. അതിന് ശ്രീനിവാസനെയോ തൊഴിലാളി ചെയ്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമുക്ക് ആ ചാനൽ എന്നുള്ളതിനേക്കാൾ പ്രധാനം അവരുടെ അതിന് ഉടമസ്ഥന്മാരായ ആളുകളുടെ തെറ്റായ പ്രവർത്തികൾ, അതിന് കൂട്ടുനിന്ന സ്റ്റേറ്റിന്റെ ഇടപെടൽ, ഇത് രണ്ടുമാണ് പരിശോധിക്കപ്പെടുന്നത്.